എന്താ ഐഷു പ്ലീസ് പാട്. ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன். என்னை மறந்து விட்டேன். இந்த உலகத்தில் நான் இல்லை நான் இல்லை. உன்னை இழந்து விட்டால் எந்த மலரிலும் தேனில்லை தேனில்லை. இது கனவா இல்லை நனவா? என்னை கிள்ளி உண்மை தெளிந்தேன். உன்னை பார்த்தெந்தன் தாய்மொழி மறந்தேன். கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை. ഇതിപ്പോ ഡെവി പറഞ്ഞ പോലെ തന്നെ ആയല്ലോ. ഈശ്വര, നീ ഇത്ര നന്നായിട്ട് പാടുമായിരുന്നോ? ഇത്രയും കഴിവുണ്ടായിട്ടാണോ ചേച്ചേ? കൊച്ചു കള്ളി. ഹൗ ഇപ്പോൾ എനിക്കൊന്ന് സമാധാനായി. എന്റെ മ്യൂസിക് ടീമിലോട്ട് കഴിവുള്ള ഒരാളെ കിട്ടിയല്ലോ. മനസ്സിലായില്ല, എല്ലാം മനസ്സിലായി. അപ്പൊ ഞങ്ങളൊക്കെ കഴിവില്ലാന്നല്ലേ പറഞ്ഞു തന്നെ. വിഷമായി, നല്ല വിഷമായി. സത്യങ്ങളല്ലേ എനിക്ക് വിളിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ചെല്ല നോക്കേ, എനിക്ക് സ്റ്റേജിൽ പാട്ട് പാടാൻ അറിയില്ല. എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. എന്റെ യേശു, സ്റ്റേജിൽ കയറി ആർക്കാ പേടിയില്ലാത്തെ? നീ ഇവളെയൊക്കെ മുട്ട് വിറക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ ഞങ്ങൾക്കിട്ട് താങ്ങ്. ഓ, നിങ്ങളൊന്നും പിന്നെ മുട്ടലല്ലേ വിറക്കാവ്, ചുണ്ടല്ലേ, ഞങ്ങൾക്ക് അറിയാം. അതാ നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് കച്ചറുണ്ടാക്കല്ലേ, ബേജാറാവല്ലേ. ഇഷു നോക്ക്, എല്ലാവർക്കും സ്റ്റേജ് ഫിയർ ഉണ്ട്. നമ്മളത് ഓവർകം ചെയ്യാൻ വേണ്ടി പഠിക്കണം. നീ പ്രാക്ടീസിന് വാ, ബാക്കിയെല്ലാം പിന്നെ ശരിയായിക്കോളും. എന്നാലും സ്റ്റെല്ല, ഒരെന്നാലും ഇല്ല. നിനക്ക് സ്റ്റേജ് ഫിയർ അല്ലേ, കൂടെ ഞാനും പാടാം. അതിന് ടെവിക്ക് പാടാൻ അറിയാവോ? ദൂരെ നിന്നവൻ ഞാൻ, ദൂതായി വന്നവൾ നീ, വാക്കായി പെയ്ത മോഹമേ. കാലം കാത്തു നിന്നെ തിരയാൻ വന്നതല്ലേ എന്നീ സ്വപ്നഭൂമിയിൽ. പൊറുതാനാവോളം ആശിച്ച വിരലുകളിൽ പനിനീർ പൂ ചൂടി നിൽക്കുന്നു വിരഹിതനായി. പിറന്നു വീണു ഞാനീ മണ്ണിൽ നിനക്കു മാത്രമായി. ഇല്ല, ഇത് ശരിയല്ല. ഞാൻ ഇന്ന് കണി കണ്ട ആളെ ശരിയല്ല. ഇതെന്താ, നിങ്ങൾ അപ്പം ഞങ്ങൾ ഞെട്ടിക്കുവാണല്ലോ. രണ്ടുപേരും കൊള്ളാട്ടോ. കഴിവൊക്കെ ഉള്ളി വെച്ച് നടന്നാ മതി. ആരോ തിക്കച്ച് നടക്കുന്നോന്നാ? എനിക്ക് ഇവനെ കുറിച്ച് ശരിക്കും അറിയാനിട്ടാ. ഇവനെ മുമ്പത്തെ കോളേജിലും ഇതുവരെ ഉള്ളതിലും ഇവൻ കലാതിരക്കുവാ. എന്തൊക്കെ അവാർഡ് ഉണ്ടെന്ന് എനിക്ക് പോലും ഇതുവരെ കറക്റ്റ് പറയാൻ അറിയില്ല. എന്തിനാ അവനിക്കൊല്ലം അറിയില്ല. പക്ഷെ ഇങ്ങനെ പൊക്കാതെ എനിക്ക് എന്തോ പോലെ. അയ്യോ രാവിലെ ചാളാക്കാതെ മിസ് വരുന്നുണ്ട്. എല്ലാരും പോയിരിക്കും. നീതാനേ നീതാനേ എൻ നെഞ്ചിൽ തട്ടും സത്തം അഴകായൊളിതേ നീയത്തും. എന്താ ഇത് പാട്ടും കൂത്തൊക്കെ? ഇതുവരെ കിടന്നില്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ ചുമ്മാ ഇരുന്നപ്പോ ബോറടിച്ചപ്പോ പാടിയതാ. ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്നാ പോയി ലൈറ്റ് അടിച്ച് കിടക്കാൻ നോക്ക്. ഇനി ഇവിടെ പാട്ടിന്റെ ശബ്ദം കേൾക്കരുത്. മനസ്സിലായോ നിനക്ക്? ഓള് കിടന്നോളൂ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. മോൾക്കറിയാലോ വാപ്പിന്റെ സ്വഭാവം. പോയി ലൈറ്റ് അടിച്ച് കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ എന്തിനാ കരയുന്നേ? ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? ഐ ആം സ്ട്രോങ്, സ്ട്രോങ് ലൈക്ക് എ സ്റ്റോൺ. ഞാൻ ഒരിക്കലും കരയില്ല. നോക്കിക്കേ, നമുക്ക് എന്തായാലും ഹാഫ് ഡേ അല്ലേ ഉള്ളൂ. നമുക്കൊന്ന് മോള് വരെയും പോയാലോ? ഞാൻ ഇവിടെ വന്നിട്ട് അധികം ഒന്നും കറങ്ങാൻ പോയിട്ടില്ല. കൊച്ചിനെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്നല്ല കേട്ടത്. പോവാം പോവാം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാലോ. എന്നാ എല്ലാരും വാ. ഈശ്വൽ, നീ വരണുണ്ടോ? ഇല്ല, ഞാൻ വന്നില്ല. നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്കിത് മറ്റന്നാളെ സബ്മിറ്റ് ചെയ്യണ്ടല്ലേ? നാളെ ഒരു സമയമുണ്ടല്ലോ. നാളെ ഒന്നാമതേ നമുക്ക് ക്ലാസ് ഇല്ലാത്തതാ. നീ വാ, ചുമ്മാ ഓരോന്നും പറഞ്ഞ് ഒഴിയാൻ നിക്കല്ലേ. സത്യമായിട്ടും ഡേവി, ഞാൻ വരുന്നില്ല. അത് പ്രശ്നമാണ്. ഓ, അപ്പൊ നമ്മുടെ കൂടെ വരുന്നതിനാണ് പ്രശ്നം. ഓക്കെ,
നമ്മ ഫ്രണ്ട്സ് തമ്മിലപ്പൊ ഇങ്ങനെയാണല്ലേ? മനസ്സിലായല്ല. ഞാൻ അധികം നിർബന്ധിക്കുന്നില്ല, നീ വേണമെങ്കിൽ വന്നാ മതി. രവി, ഞാനും വരാം. ഞാൻ നിർബന്ധിച്ചതാണെങ്കിൽ നീ വരണ്ട. അല്ലടോ, ഞാൻ വരാം. പക്ഷെ ഞാൻ എങ്ങനെയാ വരാ? എന്റെ വണ്ടിയുള്ള, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അതൊരു പ്രശ്നമാണല്ലോ. രമ്യയും റോസും പോയി. അവരെന്തായാലും ഒരുമിച്ച് വരാനുള്ളൂ. ഒരു കാര്യം ചെയ്യുന്ന എന്റെ കൂടെ വാ, എന്റെ ബൈക്കിൽ പോവാം. എന്റെ റബ്ബേ, അത് പറ്റില്ല. വാപ്പ എങ്ങനെ കണ്ട തീർന്നു. ആര് കാണാനാ? നീ ഹെൽമെറ്റ് വെച്ചാൽ ആരും നിന്നെ കാണാൻ പോണില്ല. നീ വരാൻ നോക്ക്, സമയം കളയല്ലേ വെറുതെ. എന്നാലും കണ്ടാലോ? ശരിക്കും രവിക്ക് എന്റെ വീട്ടുകാരെ കുറിച്ച് അറിയാനിച്ചാ. എല്ലാവർക്കും അറിയാം എന്റെ വീട്ടിലെ ആൾക്കാരെ. ഓ വെരി കൂൾ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ രമ്യനെ അല്ലെങ്കിൽ റോസിനെ തിരിച്ചു വിളിക്കാം. എന്നിട്ട് നീ താനായിലെ കൂടെ പോയിക്കോ. കംഫർട്ടബിൾ അല്ലെങ്കിൽ വേണ്ട. അയ്യോ വേണ്ട, അവരവിടെ എത്തിക്കാണല്ലോ. എന്നെ വിളിച്ചാലും ശരിയാവില്ല. ഞാൻ വരാം. പക്ഷെ ഇതെങ്ങനെ ഇടണ്ടേ? ശരിയാവണല്ലോ അത് പടച്ച തമ്പുരാനെ. ഓക്കെ ഡാൻ, എന്നാ പോവാം. കേറിക്കോ. പോവാം. അപ്പൊ ഗൈസ്, ഞാൻ പോവാ. എല്ലാരും കോട്ടയത്തേക്ക് എത്തിക്കൊള്ളണം. രവി, നീ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, പപ്പ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും എത്തിക്കൊള്ളണം. എന്താ എന്താ റോസ പരിപാടി? നീ അറിഞ്ഞില്ലല്ലേ? എൻ്റെ ചേച്ചിയുടെ കല്യാണം കുറേ ആയി നിശ്ചയിച്ചിട്ട്. പക്ഷെ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ടാ ചേട്ടനിക്ക് തിരിച്ചു വരേണ്ട ആവശ്യം വന്നു. സോ ഞാൻ നിന്നെ പ്രത്യേകം വിളിക്കാം. ഇവരെല്ലാരും വരുന്നുണ്ട്. നീ വേഗം വന്നോട്ടോ കോട്ടയത്ത്. ഞാനിപ്പോ ഇറങ്ങാം. ഇപ്പൊ എങ്ങനെയാ സെറ്റ് ആക്കുന്ന പ്ലാന്? ഞാൻ ഒരു പ്ലാൻ പറയട്ടെ രവി, നമുക്ക് 3 ദിവസം മുമ്പേ നിന്റെ വീട്ടിലോട്ട് പോവാം. അവിടെ ആകുമ്പോ ചാച്ചന്മാരും ഏട്ടത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അവിടെ അടിച്ചു പൊളിച്ചിട്ട് നേരെ റോസിയുടെ വീട്ടിൽ പോവാം. എന്താ കഴിച്ച് നിങ്ങളുടെയൊക്കെ പ്ലാന്? ഇവരുടെ വീട്ടില് കുറേ കാണാനുണ്ട്. നമുക്ക് പോയാലോ ആ പാലായിലോട്ട്? അതായിരിക്കും നല്ലത്. അവിടെ പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ടാവൂലേ കാണാനായിട്ട്. രവി, നീ ഓക്കെ ആണോ? ഒരു ഓക്കെ കുറവുണ്ട്. എന്തിനാ ചോദിക്കുന്നേ? ഓൾവേസ് വെൽക്കം ടു മൈ ഹോം. എന്നേക്കാളും കൂടുതൽ സന്തോഷം എന്റെ ചാച്ചന്മാർക്കായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് വ്യാഴാഴ്ച തന്നെ പുറപ്പെടാം. മോള് ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാപ്പി സമ്മതിക്കുമെന്ന് എനിക്ക് തീരെ ഉറപ്പില്ല. ഉമ്മി പ്ലീസ്, ഒന്ന് വാപ്പിനെ പറഞ്ഞു നോക്ക്. ഞാൻ വേറെ എവിടെയും പോവില്ല. അതിന് അത്ര കാര്യമായിട്ട് ക്ഷണിച്ചോണ്ടാ. ക്ലാസ്സിൽ എല്ലാവരും പോകുന്നുണ്ട്. എല്ലാരും ഇവിടെ പോകുന്ന കാര്യം നീ പറയുന്നേ? അത് ഓളുടെ ക്ലാസ്സിലെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ കല്യാണമാണ്. അത് വിളിച്ചിരുന്നു. അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും പോകുന്നുണ്ട്. അപ്പൊ ഓൾക്കും പോണം. ഇതിപ്പോ നല്ല കഥയല്ലോ. ഓളുടെ ചങ്ങായിമാർ ഓരോന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് ഓളങ്ങനെ കിടന്ന് തൂങ്ങാൻ പാടുണ്ടോ? എവിടൊക്കെ പോണ്ട, എവിടെ ഇരുന്നാ മതി. ഓള് പൊക്കോട്ടെ. നമ്മൾ എന്തായാലും അന്ന് ജപ്പാനിൽ പോവല്ലേ. നമ്മൾ ഒരാഴ്ച തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ അവള് ഇവിടെ ഇരുന്നിട്ട് വെറുതെ മുഷിക്കണ്ടല്ലോ. ഓള് പൊക്കോട്ടെ. ഇത് സമ്മതിക്കും. അതൊക്കെ പറഞ്ഞാ മനസ്സിലായില്ലേ? ഉമ്മി വേണ്ട, ഞാൻ പോണില്ല. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. ഞാൻ അന്ന് കഴിച്ചേനും മതി എനിക്ക്. കുറച്ചുകൂടെ കഴിച്ചിട്ട് പോ ഇഷു. നിങ്ങൾക്ക് എന്തൊന്ന് സമ്മതിച്ചാലേ. ഓൾ എന്തുമാത്രം വിഷമിച്ചിട്ടാ പോയെന്ന് അറിയാവോ? ഓളങ്ങനെ പലതും പറയും. ഈ ചതോർത്ത് ബേജാറാകണ്ട. പെൺകുട്ടികളായാലും അഴിച്ചുവിടരുത് എന്നാ മുനിയൂർ പറഞ്ഞേക്കുന്നു. നിങ്ങൾ ഓരോന്നും അവരെ വാക്ക് കേട്ടോണ്ടിരുന്നോ? ഓൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. എത്രമാത്രം ഹാപ്പി ആയിരുന്നു, ഫാമിലി ആയിരുന്നു നമ്മുടേത്. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്കേ. ഞാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതേ തുടർന്ന് ഉമ്മയും ഹാപ്പിയും കൂടെ തല്ലടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവര് പോയിക്കോട്ടെ. ലെറ്റ് ദേ എൻജോയ്. സ്റ്റെല്ല, നിങ്ങൾ എല്ലാരും പോയിക്കോ. ഞാൻ വരുന്നില്ലടാ. വീട്ടിലെ കുറച്ച് സീനാ. നിങ്ങൾ പോയിക്കോ. അയ്യോ, അതെന്താണ് പ്രശ്നം? ഞാൻ ഉമ്മിനോട് സംസാരിക്കാം. എല്ലാരും പോകുമ്പോഴേ അങ്ങനെയാ, നീ മാത്രം വരാതിരിക്കുന്നേ. ഇത് സാരല്ലടാ, വീട്ടിൽ പറഞ്ഞാലും സെറ്റ് ആവില്ല. നിങ്ങൾ പോയിട്ട് വാ. വന്നിട്ട് കഥയൊക്കെ പറഞ്ഞു തന്നാൽ മതി. ഫോട്ടോസ് ഒക്കെ കാണാലോ, അത് മതി. എന്നാ ശരി, ഞാൻ പോട്ടെ. ഈ ബുക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അവരെല്ലാരും ഇപ്പൊ പോയിട്ടുണ്ടാവൂലേ? സാര
സാരമില്ല. അതല്ല നമ്മളിപ്പോ ഇത് ഏത് വഴിയാ ചാടുക? എന്റെ നെഞ്ചത്ത് കൂടെ ചവിട്ടിക്കേച്ച് അതേ കൂടെ ഇനി ബാക്കിയുള്ളൂ. ഗുഡ് ഐഡിയ. പക്ഷെ നെഞ്ച് വേണ്ട, മുതുകു മതി. നീ കുമ്പിട്ടെ, ഞാൻ ചവിട്ടി കയറാം. ഏത് നേരത്താളാവോ കർത്താവ് ഇതിനൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരാൻ എനിക്ക് തോന്നിയത്. ആ കോട്ടയത്തിലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് കേറ്, ഒന്നിങ്ങോട്ട് വേഗം വരണം. വന്ന കാര്യം മറന്നു നോക്കരുത്. എനിക്ക് ഇത്ര ചെറുപ്പത്തിലെ നാട്ടുകാര് തല്ലും കൊണ്ട് ചാവാന്ന് വേഗം വരാൻ നോക്കും. ആടാ ഓതിന് നെഗറ്റീവ് അറിയല്ലേ, ഞാൻ ഒന്ന് ചാടിക്കോട്ടെ. അവളും കൂടി വരണമെന്നുള്ള ഉദ്ദേശത്തിലല്ലേ, അല്ലാതെ ഒന്നുമല്ലല്ലോ. അത് കാരണം അതിനെ മുതുകത്ത് വെച്ചെന്നേ. അല്ലെങ്കിൽ എന്റെ ഭഗവതി, നീ എന്താ രാവിലെ വലിച്ചിട്ട് വെയിറ്റ് മുടിഞ്ഞവൻ. തിരുവണ്ടി വരും. കർത്താവേ സൂക്ഷിച്ചോളേ, എന്നെ മാത്രം കാത്തോളേ. പട്ടൊന്നും ഉണ്ടാവൂല ലക്ഷ്യ. മുസ്ലിം അതിന് പട്ടു ഉപയോഗിക്കും. झूठ की जमीन पर फरेब के ये सारे घर, इनमें रहने वाले तुम हो सदैव दिल पत्थर। जिम्मा है ये कुदरत का या खता तुम्हारी है, जो भी है सबब सो है पर सजा हमारी है। जिसको जो भी मिलता है बेसबब नहीं मिलता। मुझसे बोले मन मेरा, सबको सब नहीं मिलता। जिसको जो भी मिलता है बेसबब नहीं मिलता। मुझसे बोले मन मेरा, सबको सब नहीं मिलता। सबको सब नहीं मिलता। അതിനോ എന്നാ വേഗം റെഡിയാവ്, നമുക്ക് പോവാം. ഡേവി, നീ ഇങ്ങനെ അകത്ത് കയറി? അല്ല, നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞത് ഞാൻ വരുന്നില്ല കല്യാണത്തിൽ നിന്ന്. അത് നിനക്ക് എങ്ങനെ വീടിന്റെ പാസ്വേഡ് മനസ്സിലായി? വെയിറ്റ് ഒന്നേരം തുടങ്ങി പറയാം ഞാൻ എങ്ങനെ വന്നത്. ഞാൻ നേരെ ഡോർ വഴിയാ വന്നത്. പിന്നെ കല്യാണത്തിന് വരുന്നില്ല എന്നുള്ള കാര്യം. നീ കല്യാണത്തിന് വരും. പിന്നെ മൂന്നാമത് പാസ്വേഡ് എനിക്ക് നിന്റെ ഉമ്മയാ പറഞ്ഞു തന്നെ. ഉമ്മയോ? അതെന്നെ ഉമ്മ പറഞ്ഞുതരും. നീ എന്തൊക്കെയാ ഡേവി പറയുന്നേ? ഇപ്പൊ ഒന്നും ചോദിക്കേണ്ട, ഇപ്പൊ ഒന്നും ചോദിക്കാനുള്ള സമയമില്ല. അവിടെ എല്ലാരും നമുക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുക. ട്രെയിൻ ഇപ്പൊ എടുക്കും, വേഗം വാ. എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. നീ നിക്ക്, ഞാനിപ്പോ വരാം. 5 മിനിറ്റ്. ഇവൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എത്ര നേരായി? വന്നോ? നിങ്ങൾ എത്ര നേരായി? നീ ഓക്കില്ല, നിനക്ക് ചാടാനൊക്കെ പറ്റില്ല. എനിക്ക് അത് മതി. എനിക്ക് കുഴപ്പമില്ല സു, ഐ ആം ഓക്കേ. സമയം കളയണ്ട, വാ കേറാ. അവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമല്ലേ. ഇപ്പൊ കേറാ. പക്ഷെ എനിക്കൊരു ഡൗട്ട്. ഇത് നിന്റെ വീടല്ലേ ഇഷ്യൂ? അപ്പോ നിങ്ങക്ക് മതില് ചാടുന്നതിന് പകരം ഗേറ്റ് വഴി വന്നാ പോരായിരുന്നു? ഓ, നിനക്ക് ഇപ്പൊ തന്നെ ഇതൊക്കെ അറിയണോ? ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒന്ന് എത്തിയിട്ട് ഞാൻ പറഞ്ഞെന്താ പോരെ. ഇപ്പൊ കേറ്. ഇവിടെ മനസ്സെനിക്ക് പ്രാണവേദന. അപ്പൊ എനിക്കൊരു വീണവാ. താങ്ക് ഗോഡ് നിങ്ങൾ എത്തിയല്ലോ. ഞാനിപ്പോ വിളിക്കാതിരിക്കായിരുന്നു. ട്രെയിൻ വന്നു. എന്നാ നമുക്ക് പോയാലോ? ചില ഒരു മിനിറ്റ്, ഞാൻ ഒരു കോൾ ചെയ്യട്ടെ. പിന്നെ നീ വിളിക്ക. ഞാൻ ആ കടയിലുണ്ടാകും. എന്തെങ്കിലും തിന്നാൻ മേടിക്കണ്ടേ? അമ്മയുടെ അപ്പത്തിന്റെയും കമ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കട്ടെ. ഞാൻ വിചാരിച്ചു നിന്റെ കോൾ എന്താ വരാതിരുന്നെന്ന്. മോൾ ഇറങ്ങിയോ വീട്ടിൽ നിന്ന്? ഉമ്മ എന്തിനാ ഈ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ നിന്നത്? ഞാൻ പോണില്ല എന്ന് പറഞ്ഞല്ലേ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിലാ. ഞാൻ പിടിച്ച പിടിയാലെ ഡേവിഡും പിന്നെ ഇസും കൊണ്ടുവന്നു ഇങ്ങോട്ട്. ഓർക്കാർക്കും നിന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒന്നാമത് ഡേവിഡിനെ എനിക്കറിയാം. ഓനാ എന്നോട് പറഞ്ഞത് വിടാനായിട്ട്. പിന്നെ ഡസ്റ്റിനെയും എനിക്കറിയാം, അവൻ്റെ അപ്പനെയും. അതുകൊണ്ട് കുഴപ്പമില്ല. നീ പോയിട്ട് വാ. പാപ്പ അറിയണ്ട കേട്ടോ. ശരി, പറഞ്ഞ തീർന്ന തന്നെ ഞാൻ. ഇജ്ജ് മാത്രല്ല, ഞാനും തീരും. കൂട്ട് നിന്നതിന് ഒരു കാര്യം ചെയ്. നീ അവിടെ എത്തിയിട്ട് എന്നെ വിളിക്ക്. സൂക്ഷിച്ചു പോ. അല്ല ഡെവി, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇത്രയും കൊണ്ട് നീ അത് പറഞ്ഞിട്ടില്ലല്ലോ. കുറെ പേരുണ്ടെന്നറിയാം. ഒന്ന് പരിചയപ്പെട്ടാൽ നന്നായിരിക്കും. പിന്നെ അവിടെ പോകുമ്പോ ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ലല്ലോ. അതും ശരിയാണ്. ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. തുടക്കം എന്റെ തറവാട്ടിനെ കുറിച്ച് പറയാം. കളറിക്കൽ തറവാട്. പാലായിലെ മിക്ക ഇൻഡസ്ട്രീസും നോക്കി നടത്തുന്നത് എന്റെ ഇച്ചായന്മാരും എന്റെ കളറിക്കൽ ഇൻഡസ്ട്രീസുമാണ്.
അതിന്റെ മേധാവിയാണ് എന്റെ അപ്പൻ, എന്റെ സ്വന്തം ഡെസ്റ്റിന ഗബ്രിയേൽ. പിന്നെ ലൂസി ഡെസ്റ്റിൻ ഗബ്രിയേൽ, എന്റെ അപ്പന്റെ സഹധർമ്മിണി, എന്റെ പുനാരമ്മച്ചി. എന്റെ വലിയേട്ടൻ റൂത്ത് ഡെസ്റ്റിൻ കളറിക്കൽ, എന്റെ ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരുടെ ഭാര്യ ജെനിഫർ റൂത്ത്, എന്റെ പുന്നാരേട്ടത്തിയമ്മ. ആൻഡ് യു നോ സംതിങ്, അവർ ലവ് മാരേജ് ആയിരുന്നു. പിന്നെ എന്റെ വീട്ടിലെ രണ്ടാമത്തെ സന്തതി മാത്യു ഡെസ്റ്റിൻ കളറിക്കൽ. എന്റെ പുള്ളിക്കാരന്റെ ഭാര്യ ദിയ, എന്റെ ദിയ ചേച്ചി. പിന്നെ സീരിയസ് ആൻഡ് ഇൻട്രോവേർട്ട് പേഴ്സൺ സാമ്പിൾ ഡെസ്റ്റിൻ കളറിക്കൽ, പുള്ളിക്കാരന്റെ ഭാര്യ നിറ്റിൽഡ, എന്റെ മെറ്റി ചേച്ചി. ഇവർ രണ്ടുപേരും ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നു. അത്രയും നാൾ US-ലായിരുന്നു. പിന്നെ മൈ ക്രൈം പാർട്ട്ണർ, എന്റെ സ്വന്തം ജോഷ് ജസ്റ്റിൻ കളറിക്കൽ, പുള്ളിക്കാരുടെ സ്വീറ്റ് വൈഫ് ആൻമീരിയ. പുതിയ കപ്പിള, 1 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട്. ഓ, അപ്പൊ വലിയ ഫാമിലി ആണല്ലേ. ഇതൊക്കെ എന്ത്, അവിടെ പോയി ഇവരുടെയൊക്കെ മക്കളും ഉണ്ടാവും. അത് പൊളിയാ, അവന്മാരായിട്ട് അവളമാരായിട്ടൊക്കെ കളിക്കാൻ. സോ എക്സൈറ്റഡ്. എന്താ ട്രെയിൻ പയ്യെ പോണേ? ആമി നിന്നോട്ടോ, എന്നെ വെറുതെ ഒട്ടിക്കാൻ നിൽക്കരുത്. എന്റെ കൈ കിട്ടുന്ന ഞാൻ അച്ചാച്ചനെ രക്ഷിക്ക്. അമ്മച്ചിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. അപ്പച്ചനായിട്ട് ഇവരെയൊക്കെ ഇങ്ങനെ ചീത്താക്കുന്നേ. നോക്കി എന്ത് പുതിയ ഗ്ലാസ്സാ പൊട്ടിച്ചേക്കുന്നേ. എത്രാമത്തെ എന്നറിയോ ഈ മാസത്തെ? നീ ക്ഷമിക്കുക, നമുക്കൊന്ന് വേറെ മേടിച്ചാ പോരെ. എന്തിനാ കൊച്ചു നിങ്ങളെ വഴക്ക് പറയുന്നേ? മോള് പോയി കളിക്കിച്ചല്ലേ. ലവ് യു അമ്മേ. പോ. നീ ഇങ്ങോട്ട് വാട്ടോ, നിനക്ക് നല്ല വെച്ചിട്ടുണ്ട്. എവിടുന്ന് അതൊക്കെ പഠിക്കുന്നാവോ? പെത്തോടെ കള്ളക്കുറുമ്പി ലിശുക്കൊച്ചേ. ആനമി തോട്ടത്തിൽ പോവാ. ലിസക്കൊച്ചു വരുന്നുണ്ടോ? ഡേവി അങ്കിള് വരികയല്ലേ, അവര് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഫുഡ് കൊടുക്കണ്ടേ. അതിന് വാഴയില പറിക്കാൻ പോവാ. ലിസക്കൊച്ചു വരുന്നുണ്ടോ? ആനെന്തിനാ പോകുന്നേ? അത് ശശിനോട് പറഞ്ഞാ പോരെ, അവൻ എടുത്തുകൊണ്ട് വരില്ലേ. ചേട്ടനവിടെ അടുക്കളയില് എന്ന് അരിഞ്ഞോണ്ടിരിക്കാ. ഞാൻ പോയി പറിച്ചോളൂ, അത് സാരല്ല അമ്മ. കൊച്ചു എവിടെയായിരുന്നു? എത്ര നാളായി നമ്മ കണ്ടിട്ടെന്നറിയോ? ഒച്ചടോ, എന്റെ കൊച്ചു മിസ് ചെയ്തു. മിസ് ചെയ്യട്ടോ, അങ്കിൾ ഇപ്പൊ ഇവിടെ തന്നെ ഇല്ലേ, നമുക്ക് കളിക്കാം. ഇത് അങ്കിളുടെ ഫ്രണ്ട്സിനൊന്നും മോൾക്ക് പരിചയപ്പെടണ്ടേ? ഓ അതോ, അതാണ് ഈശ ചേച്ചി. ആരോടെ ചക്കര വന്ന് ചോദിക്കട്ടെ. കൊള്ളാം ലിസ കൊച്ചു, കൊള്ളാം. ഈ ഈശു ഇവിടെ ഇത്രയും നേരം നിന്നിട്ട് നിന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഈശുക്ക് വിഷമായി. ഈശുനോട് മിണ്ടാൻ വരണ്ട. വാടി കൂറ്റോടെ ചോദിക്കട്ടെ. നിന്ന് നിപ്പി നിക്കാതെ ഡെവി എല്ലാവർക്കും കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുക്കും. കുറെ ദൂരെ ആയില്ലേ വരുന്നു. പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാം. ഡെവി നിന്നൊന്ന് ഫ്രഷ് ആവും, ഞാൻ ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കാം. വാ, നിങ്ങൾക്ക് മേളിലായിട്ട് റൂം സെറ്റ് ചെയ്തേക്കുന്നേ. വാ നെറ്റി, ഞാൻ അവളെ കൊണ്ടുപോവാണേ. സൂക്ഷിച്ച് പോയിട്ട് വാ. നിങ്ങൾ വാ. അല്ല, നിങ്ങളുടെയൊക്കെ പേരെന്തായിരുന്നു? അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറ. എങ്ങനെ പോകാനാ ചേച്ചി? ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ല സ്റ്റെല്ല, ഇസു വീട്ടിൽ കാര്യമൊക്കെ അവതരിപ്പിച്ച് എൻഗേജ്മെന്റും കഴിഞ്ഞു. ഇനി എപ്പോഴാ കല്യാണം നിങ്ങൾ പ്ലാൻ ചെയ്യണേ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ എപ്പോഴും കെട്ടാനും റെഡിയാ. പക്ഷെ എന്റെ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മെച്യൂരിറ്റി ആയിട്ടില്ല എന്നാ. പിന്നെ ഞാനും വിചാരിച്ചു മെച്യൂരിറ്റി ആയിട്ടാൽ മതി. പക്ഷെ അത്തേക്ക് അങ്ങോട്ട് പോവൂല. ഇപ്പൊ ഒന്നും ഇനി കെട്ടണ്ട. താഴെ ഞങ്ങൾ കണ്ടായിരുന്നു ഒരു കഷ്ണം മീനിന് വേണ്ടി തല്ലുപിടിക്കുന്നത്. അത്രയൊക്കെ ആയിട്ടുള്ളൂ നിങ്ങളുടെ മെച്യൂരിറ്റി. കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ചേച്ചി എന്തോ പറയുന്നേ? എന്ത് കഷ്ടപ്പാടുള്ള പണിയാന്നറിയാവോ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അയ്യടാ, ലവ് ആകുമ്പോ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യണം. അത് രണ്ടുപേരും ചെയ്തിരിക്കണം. പിന്നെന്താ ഇഷ്ടം? എന്താ ഒന്നും മിണ്ടാത്തേ? ഞങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ?
അയ്യോ അതൊന്നുമല്ല. ആ, ഞാൻ അങ്ങനെ കുറെ പേരായിട്ട് സംസാരിച്ചിട്ട് ഒത്തിരി ആയി, അതുകൊണ്ടാ. അല്ല ഇങ്ങനെയൊക്കെയല്ല അതൊക്കെ മാറുക. ജെനി ചായ എടുത്തേക്ക്. ആ നിങ്ങളൊക്കെ എത്തിയായിരുന്നോ? സ്റ്റെല്ല സുഖമല്ലേ? സുഖാണ് ചായ. റൂത്ത് ഇവര് ഡേവിഡിന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് രമ്യ ആൻഡ് അത് ഇഷൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിച്ചായിരുന്നോ എല്ലാവരും? കഴിച്ചില്ലെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അല്ല വേണ്ട ഏട്ടായി, നമ്മൾ നേരത്തെ കഴിച്ചതാ. നല്ല അടിപൊളി പാൽക്കപ്പ കഴിച്ചതാ. ആണോ? എല്ലാവർക്കും ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ അടുത്തമാർക്കും ഒടുക്കത്തെ കൈപ്പുണ്യ. മതി മതി ഞങ്ങളെ പുകഴ്ത്തിയത്. പിള്ളേരെ നിങ്ങൾ ഒത്തിരി നേരമായില്ലേ പുറത്ത് നിൽക്കുന്നേ? ഞങ്ങൾ കുളിക്കാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ? കുളത്തിൽ കുളിക്കാം. ചേച്ചി ഞാനും കൂടെ വന്നോട്ടെ? അല്ല ഇത് ആര്, റൂബിയോ? എത്ര നാളായിടി കണ്ടിട്ട്. എവിടെയായിരുന്നു? എന്റെ പൊന്നു ചേച്ചി, പഠിക്കാണെന്ന് പറഞ്ഞ അമ്മ എവിടെയും വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കാല് പിടിച്ചിട്ടാ വന്നത്. ഡെവിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഓടി വന്നതാ. വെറുതെ അല്ല ഓടി വന്നിരിക്കുന്നത്. ദേ ഇവരൊക്കെ ഡെവിയുടെ ഫ്രണ്ടാ. ഹായ്, ഞാൻ റൂബി ജെയിൻ. എന്നാ എല്ലാരും വാ, കുളിക്കാൻ പോവാം. നിങ്ങൾ വന്ന പിള്ളേർ ഇതൊക്കെ എടുത്ത് തേക്ക്. ഇത് മഞ്ഞളും പാലും കളിക്കതാ. ഇവിടെ പറമ്പിലുണ്ടായ മഞ്ഞളാ. അത് തേക്കിട്ടോ. ഇഷൽ ഇങ്ങോട്ട് വാ, ഞാൻ തേച്ചു തരാം. ഇതിത്ര മതി ചേച്ചി, എന്തോരായി തേക്കുന്നു. മിണ്ടാണ്ടിരി കുഞ്ഞേ, ഇത് നല്ലോണം തേക്ക്. തേച്ച് പിടിച്ചാലേ നല്ല രീതിക്ക് വരുള്ളൂ. എന്റെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുതട്ടോ, ഞാൻ ടെററാവും. എന്റെ പൊന്നിഷു, വെള്ളിയടുത്തി പറഞ്ഞാ കേട്ടോട്ടോ, അല്ലെങ്കിൽ ടെറർ ആക്കിയാൽ നമുക്ക് പിടിച്ചാ പോലും കിട്ടൂല. അയ്യോ എനിക്ക് മതി ചേച്ചി, അമ്മ ഒന്ന് പറ പ്ലീസ്, എന്തായി ഞാൻ കഴിക്കണു. ദേഷു വാശി പിടിക്കല്ലേ, ഇത് കഴിക്ക്. കുറച്ചല്ലേ ഉള്ളൂ. അവളുമാരൊക്കെ ഇതേ കഴിച്ചു പോയി, നീയും കൂടി ഉള്ളൂ. ഇതും കൂടി കഴിക്കേ. ലാസ്റ്റ് ഇനി ഞാൻ പറയില്ല. അതെ കുഞ്ഞ്, അതും കൂടി കഴിച്ചു. ഇച്ചിരി കൊള്ളല്ലേ ഉള്ളൂ, കഴിക്കേ. ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വായ തുറന്ന് ചേച്ചി വാരിത്തരാം. എന്താ നോക്കണേ, ഇങ്ങനെ വേണം കഴിക്കാൻ. കണ്ടില്ലേ മെല്ലിയും മെല്ലെ ഒട്ടി വരുന്നത്. ദേവി എന്താ കാര്യം? കൊറേ ആയല്ലോ നീ എന്നെ വിളിച്ചിരുത്തി ആകാശത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്താ കാര്യം പറ. ചായ, ഞാൻ പറയാൻ പോകുന്ന കാര്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. എന്റെ തമാശക്ക് പറയല്ല. എനിക്ക് ഐ തിങ്ക് ഐ ഫോൾ ഇൻ ലവ്. സത്യമാണോ ദേവി? ആരാ? കോളേജിൽ ആരെങ്കിലും ആണോടാ? പറ, ഞാൻ സപ്പോർട്ട്. പറ ആരാ? ഒന്ന് പയ്യെ പറഞ്ഞാമോ? നിങ്ങക്ക് എല്ലാവർക്കും അറിയാം. ഇഷൽ ഇബ്രാഹിം അല്ലേ? ജോഷിച്ചായ ചായനെപ്പറ്റി നേരത്തെ വിളിച്ചുകൂടെ വരുന്ന സമയത്ത് പറഞ്ഞില്ല എന്നാണല്ലോ പറഞ്ഞേ. അതല്ലല്ലോ ഞാനിവിടുത്തെ ഇപ്പത്തെ പ്രശ്നം എന്ന് പറയണേ. ഈ ചായച്ചാൻ എന്താ പറയുന്നേ? ഞാനെന്റെ അഭിപ്രായം പറയാനാ, ഇവന്റെ ഇഷ്ടം നമുക്ക് കൺസിഡറിൽ എടുക്കാം. പക്ഷെ നിനക്ക് അറിയാമല്ലോ ജോഷുവ, ഇബ്രാഹിമിന്റെ കാര്യം. അവര് പക്കാ വിശ്വാസിയാ. അപ്പോ അവന്റെ മകള് നമുക്ക് തരൂ? എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അപ്പച്ചൻ പറഞ്ഞാലും കാര്യമുണ്ട് ജോഷുവ. ദേവി, നമുക്ക് വേണമെങ്കിൽ സംസാരിച്ചു നോക്കാം, അല്ലാതെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇച്ഛായ, നിങ്ങൾ അവനെ തളർത്തല്ലേ. അവൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാലേ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇത് അവളോട് പറഞ്ഞായിരുന്നോ ദേവി? അവളുടെ അഭിപ്രായം എന്താ? ആക്ച്വലി ഞാനിത് അവളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാ. ആ കൊള്ള, ഇപ്പൊ ഇത്രയും നേരം നമ്മള് സ്ക്രിപ്റ്റ് ഇല്ലാത്ത കഥന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നേ. ഒന്ന് മിണ്ടാണ്ടിരിക്കച്ചായ. രവി, നീ ഒരു കാര്യം ചെയ്യ്. നീ ഫസ്റ്റ് അവളോട് പോയി സംസാരിക്കുക. അതിന് ശേഷം ഞങ്ങളുടെ കൺസേൺ ഒക്കെ നോക്കേണ്ടത്. നീ അവളോട് നിന്റെ മനസ്സ് പോയി തുറക്കും. അത് പോയിന്റ്. നീ ആദ്യം പോയിട്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ അത് പറയാൻ നോക്കും. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ ശരിയാക്കാം. ഹലോ ഗായ്സ്, ഡിന്നർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വാ. നല്ല അടിപൊളി പത്തിരി ഇറച്ചിക്കറി തേങ്ങാപ്പാൽ നമ്മുടെ ഇഷ്യൂടെ വക. വേഗം വാ. എന്നാ ടേസ്റ്റാ കൊച്ചിട്ട് കഴിക്കാൻ? പോത്തിറച്ചി ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ? ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ചും കൂടി എടുക്കട്ടെ.
ഇക്ക ഇത് കൂട്ടുവെക്കിയ ഓൾ ഉണ്ടാക്കിയതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ ഇതാണോ? ഒരു കാശിന് കുളത്തില്ല. എന്നോട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അടുക്കളയിൽ കയറ്റാൻ നിൽക്കരുതെന്ന്. അതിനിതിനെന്താ കുഴപ്പം? എന്നേ കാക്ക് പറ്റിയത്? ചുമ്മാ വെറുതെ കൊച്ചിനോട് അതിനെ ദേഷ്യപ്പെടണേ. എന്താ വാപ്പിക്ക് പറ്റി? എന്റെ വാപ്പി ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കുറച്ച് നാള് മുമ്പ് വരെ. എനിക്ക് എന്റെ പഴയ വാപ്പിയെ തിരിച്ചു വേണം. പ്ലീസ് വാപ്പി. എനിക്കെന്നോട് ഒന്നുമില്ല യേശു. അധികം പെൺപിള്ളേരെ കൊഞ്ചിച്ച് വളർത്താൻ പാടില്ല മുന്നീര് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊന്ന് നിർത്തണുണ്ടോ? മുനീർ എപ്പൊ നോക്കിയാലും അവന്റെ പേര് മാത്രമുള്ളൂ. അവൻ എപ്പ ഈ കാല് കുത്തിയെടുത്ത വീട്ടിലോട്ട് അപ്പൊ തുടങ്ങിയതാ. ഒച്ച കറക്കില്ല. ഓൻ എന്റെ അനിയനാ. ഞാൻ എന്തിനാ ഒറ്റ ഓർക്കുന്നേ? അനിയനാണ് പോലും. ഇത്രയും നാൾ അവന്റെ സ്നേഹം നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ എവിടുന്ന് പൊട്ടി വിളിച്ചോ എനിക്ക് ഒരു സ്നേഹം? നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇക്ക. അവൻ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പിക്കാൻ നോക്കുക. പക്ഷെ അവന്റെ മുമ്പിൽ എല്ലാവരും, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ലൈല ഈ ചതിരി അടുക്കുന്നുണ്ട്. നിർത്തിക്കാൻ എപ്പോഴും ഇവിടെ. ഞാൻ നിർത്തില്ല. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഈ കുട്ടിയുടെ കണ്ണിലുണ്ടോ? അവൾ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയാവോ സാധനം ഉണ്ടാക്കിയത്? ഒന്ന് രുചിച്ച് പോലും നോക്കാൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ നടക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇപ്പത്തെ സ്വഭാവം എന്താണെന്ന്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ അനിയനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കും. അവരോട് കൂട്ടുകൂടിയത് ഓർത്ത്, ഈ കൊച്ചിനെ വേദനിപ്പിച്ചതോർത്ത്, ബാക്കിയുള്ളവരെ വെറുപ്പിച്ചതിനോർത്ത് ഒരു ദിവസം നിങ്ങൾ ഖേദിക്കും. ഉമ്മ മതി, നിർത്ത്. ഈ ചെന്തിനാ കരയുന്നേ? നീ അകത്ത് പോ. ഫുഡും ആ റൂമിൽ എത്തിക്കാം. ചെല്ലേ. കഴിഞ്ഞോ പരാതി പരച്ചിലൊക്കെ? അള്ളാനോട് ഇത്രക്ക് എന്താ പറയാനുള്ളത്? അള്ളാനോട് എന്തിനാ കാര്യങ്ങളൊക്കെ പറയുന്ന ദേവി? എല്ലാം പഠിച്ചാൻ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഇന്ന് ഞാൻ നിസ്കരിച്ചത് അത് എനിക്ക് താങ്ക് യു പറയാൻ വേണ്ടിട്ടാ. താങ്ക്സോ? അതെന്തിനാ? വിഷമം വരുമ്പോ മാത്രമാണോ നമ്മൾ അള്ളാനോട് സംസാരിക്കാൻ? സന്തോഷം വരുമ്പോ അത് സന്തോഷം തന്നതിന് താങ്ക് യു പറയണം. ഞാൻ അവിടെ ഡെബിയുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഇത്രയും നേരം വരെ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. ഞാൻ കുറെ നാൾക്ക് ശേഷം അത്രയും. അപ്പൊ അത്രക്ക് ഇഷ്ടപ്പെട്ടോ എന്റെ ഫാമിലിനെ? പിന്നല്ലാതെ ഇതിനൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടാതെ പോവുക? എല്ലാവരും അടിപൊളിയല്ലേ. എന്റെ സ്നേഹം ഓ, അവന്റെ ഫാമിലി നല്ല രീതിക്ക് പൊടിച്ചു എന്ന് തോന്നുന്നു. പിന്നല്ലാതെ. ഇഷു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? പറ. അളിയാ വാ പോവാം. നശിപ്പിച്ച് എന്താ ഇസു? എടാ നിങ്ങൾ റെഡിയായില്ലേ? നമുക്ക് പോവണ്ടേ കല്യാണത്തിന്? ഇപ്പൊ പോലെ നമുക്ക് രാത്രി ആവുമ്പോഴേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. റോസ് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമായി വിളിക്കുന്നേ. നിങ്ങൾ വേഗം വാ. ഇഷു നീ റെഡിയായില്ലേ? ഇല്ല ഇസു, ഇപ്പൊ കഴിയും. വെറുതെ അല്ല, അവളുമാരെ നിന്നെ അവിടെ കിടന്ന് അന്വേഷിക്കുന്നുണ്ട്. എടാ ഡെവി ഇങ്ങോട്ട് വാ, നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ആക്കി പോവാം. മറക്കോ നമ്മളേക്ക്? ഇനി എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നത്? നിങ്ങളെയൊക്കെ എങ്ങനെ മറക്കാനാ? തീർച്ചയായിട്ടും വരും ഞാൻ. ഇനി വരുന്ന വെക്കേഷൻ ആകുമ്പോൾ എല്ലാത്തിങ്ങളും കൂടി ഇങ്ങോട്ട് ഇറങ്ങും. ഉറപ്പായിട്ടും വരും. എന്നാ പിന്നെ ലൈറ്റ് ആക്കണ്ട മക്കളെ. ഇറങ്ങിക്കോ, ഇരുട്ടാക്കണ്ട. ശരി. അപ്പൊ ഗൈസ്, പിന്നെ കാണാം. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരും. അതുവരേക്കും മിസ് യു സോ മച്ച്. പോട്ടെ ലിസക്കുട്ട. ട്ടോ, വേഗം വരാട്ടോ. ഞാനും മിസ് ചെയ്യട്ടോ. വരാട്ടോ, നമുക്ക് കളിക്കാം. നമുക്ക് ഒത്തിരി നേരം കളിച്ച് നമുക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം. ചേച്ചി പോട്ടെ. ചാച്ചാ.